അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഞങ്ങളുടെ ഫാമിലിയിലൊരു ഫംഗ്ഷൻ വരുവാണ്. അപ്പം അതിന് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന വീഡിയോസിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോ ഫംഗ്ഷൻ എന്ന്. ആദ്യം ഞാനും സിയാമോളും ഉമ്മച്ചിയും കൂടെ വാപ്പിയുടെ വീട്ടിലോട്ട് പോയി. അവിടെ നിന്ന് വാപ്പിയുടെ പെങ്ങളും വാപ്പിയുടെ ഉമ്മായും കൂടെയാണ് ഞങ്ങൾ പോണത്. ഇത് അപ്പിയുടെ വീടാണ്. അപ്പിയുടെ വീട്ടിൽ കഥ അടിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ബെല്ലടിച്ചിട്ട് നേരെ വാപ്പിയുടെ വീട്ടിലോട്ട് പോയി. വാപ്പിയുടെ വീട് ഒരു മതിലിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ രണ്ട് വീടും തമ്മിൽ. അപ്പം അവിടെ ആരും കഥ ഓർക്കാഞ്ഞപ്പോൾ ഞാൻ നേരെ വാപ്പയുടെ വീട്ടിലോട്ട് പോയി. ഇവിടെ വന്നാൽ സിയാമക്കൊരു പ്രശ്നമുണ്ട്. ആരെ കണ്ടാലും നല്ല കരച്ചിലായിരിക്കും, ആർക്കെങ്കിലും പോകത്തുമില്ല. ചിലപ്പം എപ്പോഴും കാണാത്തതുകൊണ്ടായിരിക്കും, സ്വാഭാവികം. അപ്പം നേരെ ചെന്നപ്പോൾ വാപ്പയുടെ ഉമ്മയാണ് നിന്നത്. അപ്പോൾ എന്നെ കണ്ട ഉടനെ തന്നെ സിയാമോളെ കൊഞ്ചിക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അടുക്കളയുടെ അവിടെ ഇരുന്ന് മൂത്താപ്പ ഷാജ എന്നാണ് വിളിക്കുന്നത്. ഷാജ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചുമ്മാ ഒന്ന് നാക്ക് നീട്ടി കാണിച്ചതേ ഉള്ളായിരുന്നു. ഭയങ്കര കരച്ചിൽ. അങ്ങനെ ഉമ്മ ഷാജായോട് പറഞ്ഞു, ഇവിടെ ആരോടും വരത്തില്ല, എല്ലാരെയും കണ്ടാൽ ഭയങ്കര കരച്ചിലാണ്, ആര് വിളിച്ചാലും വരത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കരച്ചിൽ മാറ്റാൻ വേണ്ടി അപ്പയുടെ വീട്ടിൽ പോയി. അപ്പയുടെ വീട്ടിലാണെങ്കിൽ അപ്പി കഥ തുറന്നു വന്നു കുഞ്ഞിനൊന്ന് കൊഞ്ചിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേനും ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഒന്ന് കരച്ചിൽ മാറ്റാൻ വേണ്ടി അപ്പി മിഠായി ഒക്കെ കൊണ്ടു തന്നു. അപ്പോൾ ഒന്ന് മയങ്ങി വരുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാതായി, മിഠായിയൊക്കെ മേടിച്ച് പിന്നെ അപ്പയുടെ നിന്ന് ചോറൊക്കെ വാരി കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒന്ന് സെറ്റായി വന്നു. ആദ്യത്തെ കാണുമ്പോൾ ഒരു ഇതേ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ സിയാമോക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സിയാമോളെ ഉറക്കിയിട്ടാണ് പിന്നെ കൊണ്ടുപോയത്. ഉറക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഞങ്ങൾ ഇറങ്ങി. ഷാജാടെ ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം ഓട്ടോ അവിടെ നിന്ന് വരുന്നതും കാത്തു നിൽക്കുമായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. ഉച്ചയ്ക്കാണ് പോയത്, 1 മണി കഴിഞ്ഞപ്പോഴാണ് പോയത്. കറക്റ്റ് ഞങ്ങൾ 1:10 ഓട്ടോ കാത്ത് നിൽക്കാൻ വന്ന് 3:10 വീട്ടിൽ കയറി. 2 മണിക്കൂർ കൊണ്ട് എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ്. ആദ്യം ഞങ്ങൾ സാരി സെക്ഷനിലോട്ടാണ് പോയത്. കട കൃഷ്ണാസിലാണ്, മുല്ലക്കലെ കൃഷ്ണാസിലാണ് വന്നത്. അപ്പോൾ സിയാമോളെ ഉമ്മാടെ കൈ കൊടുത്തിട്ട് ഞാനിങ്ങനെ സാരിയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് വലിയ ഇതൊന്നും ഇല്ല സാരിയെക്കുറിച്ച്. എനിക്ക് ഡ്രസ്സിനെ കുറിച്ച് വലിയ സെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇക്കായ കല്യാണം കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് എടുത്ത് തരുന്നത്. കല്യാണത്തിന് മുന്നേ ഉമ്മച്ചിയാണ് ഡ്രസ്സ് എടുത്ത് തരുന്നത്. പിന്നെ കളർ ഇഷ്ടപ്പെടുന്നത് എടുക്കുക, അല്ലാതെ എനിക്ക് ഡ്രസ് സെൻസ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ കാണത്തില്ലേ ഓരോ പെണ്ണുങ്ങൾ ഇടുമ്പോൾ, അതൊക്കെ ഇത് കൊള്ളാം അത് കൊള്ളാം എന്നൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്ടമാണ്. പക്ഷെ എനിക്കിട്ടാൽ ചേരുമോ എന്നുള്ളൊരിതാണ്. അപ്പോൾ ഇക്ക പറയും, നിനക്ക് ഇഷ്ടമുള്ള ഉടുപ്പ് എടുക്കണം, നിനക്ക് കംഫർട്ട് എന്തുവാണോ അതിടണോ എന്നൊക്കെ ഇക്ക പറയും. പക്ഷെ എന്നാലും എനിക്കൊരു നാണമൊക്കെയാണ് അതൊക്കെ ഇടുവാണെങ്കിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിയാമോൾ എണ്ണീറ്റ് ആദ്യമൊക്കെ ഹാപ്പി മൂഡൊക്കെ ആയിരുന്നു. പിന്നെ ഇവർ ബ്ലൗസ് എടുക്കുന്ന ആ ടൈമൊക്കെ ആയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായി. പിന്നെ ഞാൻ 3ാമത്തെ നിലയിൽ അവിടെ ഒരു പാല് കൊടുക്കുന്ന സെറ്റപ്പ് ഉണ്ട്. അപ്പം അവിടെ കൊണ്ടുപോയി പാല് കൊടുത്ത് പിന്നെയും ഞാൻ തറയിലോട്ട് വന്നപ്പോൾ ഇവര് സാരിയുടെ വേറെ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ എടുക്കുമായിരുന്നു. അപ്പോഴത്തേനും പിന്നെയും കരയാൻ തുടങ്ങി. പിന്നെയും ഞാൻ പാല് കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞ് ഇവര് ഷർട്ട് എടുക്കാൻ വന്നു. ഷർട്ടിന്റെ തുണിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ബിസ്ക്കറ്റ് കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, കരച്ചിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവര് ഷർട്ട് തുണിയും എടുക്കുന്നുണ്ട്, റെഡിമെയ്ഡും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബില്ലടിക്കാൻ വേണ്ടി വന്ന് ബില്ലടിച്ച് ഇനി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്. 2-3 ആൾക്കാരുണ്ട്. നല്ല അപ്പോൾ സ്പീഡിൽ ചെയ്യാൻ പറ്റുമല്ലോ, ഓരോരുത്തർ ഇങ്ങനെ നോക്കി നോക്കി ടിക്ക് ചെയ്ത് എല്ലാം ശരിയാണ്. പിന്നെ ആ കൃഷ്ണാസിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഇങ്ങനെ ചെറിയ വെള്ളം കുടിക്കുന്ന സെറ്റപ്പ് കടയുണ്ട്. അപ്പോൾ അവിടെ പോയി ഒരു സർബത്ത് കുടിച്ച് സിയാമോള് ആദ്യമായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്നതും ഉടുപ്പെടുക്കാൻ പോണത് ആദ്യമായിട്ടല്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ വന്നിരിക്കുന്നതും വെള്ളമൊക്കെ കാണുന്നത് ആദ്യമായിട്ട്. ഇങ്ങനെ അവിടെ ഒരു
കായലല്ലല്ലോ, എന്തോ ഒരു സംഭവമില്ലേ കനാല്, അതൊക്കെ കാണുന്നതൊക്കെ ആദ്യമായിട്ട്. അപ്പം ഞാൻ കുടിക്കുമ്പോൾ എന്നെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ സോഡ അല്ലേ, ഗ്യാസ് അല്ലേ, അപ്പം കൊടുക്കാൻ കിടക്കും. ഞങ്ങൾ ഓട്ടോയിൽ കയറി. അപ്പോൾ ക്രിസ്മസ് വരും, ഇത് ക്രിസ്മസിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പം ക്രിസ്മസ് ഒക്കെ വരുന്ന ആ ടൈമിൽ അവിടെ ഫുള്ള് ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ കടയിൽ ഫുള്ള്. അപ്പം ഞാൻ അതൊക്കെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പം അപ്പി പറഞ്ഞത് അപ്പുറം ഉണ്ട്, അവിടെ എടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അവിടെ ഉണ്ട്, അവിടെ കണ്ട ഫുള്ള് പച്ചയും ഫുള്ള് കളർഫുൾ ആയിരുന്നു. അവിടെ മാർക്കറ്റാണ് ഇത്. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെയിലായിരുന്നു സാധനം. എൻ്റെ കുഞ്ഞും ഒരു കൈ ഫോണും ഉള്ളതുകൊണ്ട് എനിക്ക് സാധനം പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർ എല്ലാ സാധനവും എടുത്തുകൊണ്ട് നേരെ അപ്പിയുടെ വീട്ടിലോട്ടാണ് പോയത്. അപ്പിയുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് പിന്നെ ഇക്ക വിളിക്കാൻ വരുവായിരുന്നു ചെയ്തത്. അവിടെ എത്തിയപ്പോൾ പിന്നെ ഹാപ്പി. ആദ്യത്തെ പോലെ അല്ലായിരുന്നു, വന്ന പോലെ അല്ലായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കണ്ടപ്പോൾ ചിരിച്ച് വാപ്പാക്ക് ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോൾ വാപ്പാക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ചായക്ക് കടി ഉഴുന്നുവടയും വാഴയ്ക്കാപ്പുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുടിച്ചൊക്കെ കഴിഞ്ഞ് ഉമ്മച്ചി അയൽക്കൂട്ടത്തിനൊക്കെ പോയപ്പോൾ ഇക്ക വിളിക്കാൻ വന്നായിരുന്നു. പിന്നെ ഇക്കായും ചായ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്കൊരു പ്രിന്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ ശനിയാഴ്ചയായിരുന്നു ഇതേ പോയത്. അപ്പം ഇക്കാക്കാണെങ്കിൽ 6:30 കടയിലും കയറാനും. ഇവിടെ ആ പ്രിന്റ് എടുത്ത് വരുമ്പോൾ വിനയിൽ സ്റ്റിക്കറാണ് എടുക്കുന്നത്. അപ്പം അതെടുത്ത് വരുമ്പോൾ കുറച്ച് നേരം പിടിക്കുമെന്നൊക്കെ പറഞ്ഞു. ആദ്യം കുറേ നേരം നിന്ന് 6:15 കിട്ടിയില്ല. നേരെ ഞങ്ങൾ ഷാർജ കുടിക്കാൻ വേണ്ടി പോയി. ഞങ്ങളുടെ കുറവന്തോട് ഒരു കടയുണ്ട്, ആ കടയിൽ 30 രൂപക്കാണ് ഇത്രയും ഷാർജ. സിയാമോളാണെങ്കിൽ എൻ്റെ കൈ കിടന്ന് ഉറങ്ങുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. ഈ വീഡിയോ നോക്കിയപ്പോഴാണ് കാണാത്ത കാര്യം ഞാനിപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. ഇക്കാണെങ്കിൽ കടയിലോട്ടും പോവുകയാണ് ചെയ്തത്. ഇത് ഈ 29-ാം തീയതി എടുത്ത വീഡിയോ ആണ്. ഇതൊരു ഞായറാഴ്ച ഞാനും ഇക്കയും സിയാമോളും ഉമ്മച്ചിയും കൂടെ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാനുള്ളതായിരുന്നു. അപ്പം ഞാൻ ആദ്യം നേരെ വീട്ടിലോട്ട് പോയി. അവിടെ നിന്ന് ഉമ്മച്ചീനെയും കൂടെ കൂട്ടി കടയിലോട്ട് പോവുകയാണ് ചെയ്തത്. ഉമ്മച്ചിയാണെങ്കിൽ ഒരു വണ്ടിയിൽ വരും, ഞങ്ങൾ വേറെ വണ്ടിയിലാണ് വരുന്നത്. ഞാൻ ഇൻട്രോ ഒക്കെ കൊടുക്കുമായിരുന്നു, പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അപ്പം ഉമ്മച്ചി ഫ്രണ്ടേ പോകുന്നുണ്ട്, ഞങ്ങൾ ബാക്കിലോട്ട് പോകണം. ആദ്യം കൃഷ്ണാസിലോട്ട് തന്നെയാണ് പോയത്. എനിക്ക് ആദ്യം ഡ്രസ്സ് എടുക്കാനാണ് പോയത്. അപ്പം അവിടെ വലിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച മോഡലില്ല. എനിക്ക് നോക്കുന്നുണ്ട്, പക്ഷെ കളറൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ ഗൗണല്ല ഉദ്ദേശിച്ചത്, വേറൊരു സംഭവം ഉദ്ദേശിക്കുന്നത്. അപ്പം അത് അപ്പറയാന്ന് പറഞ്ഞു. അപ്പറയെന്ന് ചെന്ന് നോക്കിയപ്പോൾ പക്ഷെ അവിടെ പിള്ളേർ സാധനമുള്ളൂ, എനിക്ക് ചേരുന്നില്ല. നല്ല കൊച്ചു പിള്ളേർ സാധനമായിരുന്നു. അപ്പം അവിടെ നിന്ന് ഇറങ്ങിയില്ല. ഇറങ്ങുന്നതിന് മുന്നേ ഒരു ഷർട്ടിൻ്റെ സെക്ഷനിലോട്ടും പോയി. അവിടെ നിന്ന് ഷർട്ടും മേടിച്ചിട്ട് ബില്ലടിച്ചുകൊണ്ട് ഇറങ്ങുവാണ് ചെയ്യുന്നത്. കുറച്ച് നേരം ഷർട്ടിൻ്റെ സെക്ഷനിൽ പോയിരുന്നു.
ഡോട്ട്സ് എന്ന് പറഞ്ഞ ലേഡീസിന്റെ മാത്രമുള്ള ഒരു കടയിൽ വന്നു. അപ്പം അവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കും എടുക്കണമായിരുന്നു, ഉമ്മച്ചിക്കും എടുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ എനിക്കും എടുത്ത്, രണ്ടുപേർക്കും എടുത്തു. ഇവിടെ നിന്ന് തന്നെ എടുത്തു കേട്ടോ. രണ്ടുപേർക്കും കറക്റ്റ് കളറൊക്കെ കിട്ടിയായിരുന്നു. ഉമ്മച്ചിക്ക് വാപ്പയ്ക്കുള്ള അതേ കളറാണ് എടുത്തത്. എനിക്കിത് ഇപ്പം കഴിക്കുന്ന ആ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷെ അതല്ല ഞാൻ എടുത്തത്. അങ്ങനെ ഞങ്ങള് നേരെ സിയാമോക്ക് എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ ഷാജാടെ മോൻ, ഇളയ മോൻ ഷാഹിദ് നിൽക്കുന്ന കടയിലോട്ടാണ് പോയത്. അവിടെ നിന്ന് സിയാമോക്കും രണ്ട് ഉടുപ്പെടുത്ത്. കുഴപ്പമില്ലായിരുന്നു, നല്ല നല്ല രസം. ഇവിടെയും നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം പക്ഷെ വേറൊരു ഉടുപ്പ് എടുത്തു. അപ്പോൾ അവനാണെങ്കിൽ വേറൊരു ഉടുപ്പ് കൊണ്ടുവന്നു. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മൂന്നാർക്കും ഇഷ്ടപ്പെട്ടു ഒരു ഫ്രോക്ക് എടുത്തത്. അപ്പം അത് തന്നെ എടുത്ത് കല്യാണം. പിന്നെ ഇക്കാക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇവിടെ ആലപ്പുഴയിൽ പുതിയൊരു കടയുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോയി ഇക്കാക്കും ഡ്രസ്സ് എടുത്ത്. അങ്ങനെ നേരെ തിരിച്ച് ഞങ്ങൾ ആദ്യം എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് നേരെ ഇക്കാടെ വീട്ടിലോട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ടാറ്റാ.